എൻ്റെ ചോദ്യം ഇതാണ്: ഇന്നത്തെ സമൂഹത്തിലെ പല ചിന്തകളും കാഴ്ചപ്പാടുകളും വിവാഹം വേണ്ട എന്നുള്ളൊരു ആശയമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വിവാഹം അനിവാര്യമാണോ? ചോദ്യം ഇത്രയേ ഉള്ളൂ: കല്യാണം കഴിക്കണോ, കല്യാണം കഴിക്കേണ്ടതാണ്. ഉത്തരം വളരെ ക്ലിയറാണ്. ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാം പറയുക വിവാഹം കഴിക്കണം എന്നാണ്. ഇസ്ലാം പ്രകൃതി മതമാണ്, മനുഷ്യ പ്രകൃതിയുടെ മതം. മനുഷ്യന്റെ നന്മക്കും വളർച്ചയ്ക്കും വികാസത്തിനും ആത്യന്തികമായി അവൻ്റെ മോക്ഷത്തിനും ഉതകുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത്. മാനവരാശിയുടെ നാശത്തിനും എല്ലാ അർത്ഥത്തിലുള്ള സർവനാശത്തിനും നിമിത്തമാകുന്ന കാര്യങ്ങളല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മറിച്ച് മാനവരാശിയുടെ നന്മക്കും നിലനിൽപ്പിനും വളർച്ചയ്ക്കും സർവോപരി മോക്ഷത്തിനും നിദാനമാകുന്ന നിർദ്ദേശങ്ങൾ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒന്നാണ് വിവാഹം. വിവാഹമാകട്ടെ മാനവരാശിയുടെ നിലനിൽപ്പിനും വികാസത്തിനും അനിവാര്യമാണ്. ലോകത്ത് മാനവരാശി നിലനിൽക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഇണചേരണം. ഇണചേരുക എന്നത് പ്രകൃതി നിയമമാണ്. അത് മനുഷ്യർക്കിടയിൽ മാത്രമല്ല, മൃഗങ്ങൾക്കിടയിലും അങ്ങനെയാണ്, ജന്തുജീവവർഗങ്ങൾക്കിടയിലും അതാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഇവിടെ മാനവരാശി നിലനിൽക്കണമെങ്കിൽ സ്ത്രീ പുരുഷന്മാർ ഇണചേരുമ്പോൾ അത് വിഹിതമാകണം, നിയതമാകണം എന്നാണ് ഇസ്ലാം പറയുക. അതിന് പടച്ച റബ്ബിൽ നിന്ന് പുണ്യമുണ്ട്, പ്രതിഫലമുണ്ട്, അഥവാ വിവാഹത്തിലൂടെയുള്ള ബന്ധത്തിന്. അതേസമയം വിവാഹിതരമായ ഇണചേരലിൽ അത് അവിഹിതമാണ്, തോന്നിവാസമാണ്, അത് തിന്മയാണ്, കുറ്റകരമാണ്. ഇന്ന് ലോകം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സംശുദ്ധമായ വൈവാഹിക ജീവിതത്തെ കടന്നാക്രമിക്കുകയാണ് പലരും. കാരണം വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ഇത്ര കൃത്യമായി, ഇത്ര സ്പഷ്ടമായി, ഇത്രമേൽ വ്യക്തതയോടുകൂടെ ലോകത്തെ പഠിപ്പിച്ച, ആ രംഗത്ത് മാർഗദർശനം നൽകിയ ഒരു മതമോ ദർശനമോ ആശയമോ ലോകത്തില്ല. വൈവാഹിക ജീവിതത്തെക്കുറിച്ച് അത്രമേൽ കൃത്യമായൊരു പിക്ചറാണ്, മാർഗദർശനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്താണ് വൈവാഹിക ജീവിതമെന്നും വൈവാഹിക ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്നും ഭർത്താവ് എങ്ങനെയാകണം, ഭാര്യ എങ്ങനെയാകണമെന്നും ആ കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്നും മക്കളെങ്ങനെയാകണമെന്നും മക്കളെ എങ്ങനെ സംരക്ഷിക്കണമെന്നും അതോടൊപ്പം തന്നെ തൻ്റെ മുന്നിലുള്ള മാതാപിതാക്കളെ എങ്ങനെ പരിഗണിക്കണമെന്നും എന്ന് തുടങ്ങി കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളെയും കൃത്യമായി ഇസ്ലാം സ്പർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പറയുന്നത് തന്നെ അള്ളാഹു, ഇത് അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തമാണ് എന്ന്, വമിൻ ആയാതിഹി എന്ന് തുടങ്ങിയിട്ടാണ് അള്ളാഹ് പറയണത്. സൂര്യൻ അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്താണ്, ചന്ദ്രൻ ദൃഷ്ടാന്തമാണ്, രാപ്പകലുകൾ മാറി മാറി വരുന്നത് അത്ഭുത ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. നിങ്ങൾ സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചുണ്ടാക്കി തന്നവനാണ് നിങ്ങളുടെ സട്ടാവ്. നിങ്ങൾക്കിടയിൽ അവൻ മവദ്ദത്തും റഹ്മത്തും ഇട്ടുതന്നു, ഇഷ്ടവും സ്നേഹവും പ്രണയവും കാരുണ്യവും ഇട്ടുതന്നു. ചിന്തിക്കുന്നവർക്ക് വൈവാഹിക ജീവിതത്തിലൂടെ സാധ്യമാകുന്ന, നേടിയെടുക്കാൻ കഴിയുന്ന സക്കീനത്തിൽ, സമാധാനത്തിൽ, മവദ്ദത്തിൽ, ഇഷ്ടത്തിൽ, പ്രേമത്തിൽ, സ്നേഹത്തിൽ, റഹ്മത്തിൽ, കാരുണ്യത്തിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കെട്ടുറപ്പുള്ള സമൂഹത്തിന് വിവാഹം അനിവാര്യമാണ്, ഒരു കെട്ടുറപ്പുള്ള കുടുംബജീവിതത്തിന് വിവാഹം അനിവാര്യമാണ്. എന്നാൽ എല്ലാ അർത്ഥത്തിലുള്ള കെട്ടുകളെയും അഴിക്കും അവിഹിതമായ ബന്ധങ്ങൾ. അതുകൊണ്ടാണ് ഇസ്ലാം അവിഹിത ബന്ധങ്ങൾക്കെതിരെ അതിശക്തമായ താക്കീതുകൾ നൽകുന്നത്. അവിഹിത ബന്ധങ്ങൾക്ക് കടിഞ്ഞാണുകളില്ല, എന്തുമാകാം എങ്ങനെയുമാകാം എന്നാണ്. അതുകൊണ്ടാണ് 1960കളിൽ ലോകത്ത് ഉദയം കൊണ്ട ഒരാശയമാണ് ഹ്യൂമനിസം. ആ ഹ്യൂമനിസം
ആ ആശയം മുന്നോട്ട് വെച്ച ഹ്യൂമനിസ്റ്റുകൾ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞ വർത്തമാനം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാം മനുഷ്യരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളുമുണ്ട്, അതിന് നിങ്ങൾ ആരും തടസ്സം നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആണും പെണ്ണും തമ്മിൽ വിഹിതമായ വിവാഹം എന്ന സംവിധാനമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇഷ്ടമുള്ളവരുമായി പോവും, ഇഷ്ടമുള്ളവരുമായി ഇണചേരും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പോലും നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ള അധികാരം. അത് ആണും പെണ്ണും മാത്രമല്ല, പെണ്ണും പെണ്ണുമാവാം, ആണും ആണുമാവാം. അതിന്റെ പുതിയ മുഖമാണ് ഇന്ന് കാണുന്ന ലിബറലിസം. ലിബറലിസത്തിന്റെ തലതൊട്ടപ്പനായ ജോൺ ലോക്കും ഈ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞതും ഇത് തന്നെയാണ്. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ ജീവിക്കും, ഞങ്ങൾക്ക് എന്തിനാണ് വിവാഹം? വിവാഹം എന്ന കടിഞ്ഞാണും വിവാഹം എന്ന ചങ്ങലക്കെട്ടും ഞങ്ങൾക്ക് വേണ്ടതില്ല, വിവാഹമേ ഞങ്ങൾക്ക് വേണ്ട. മറിച്ച് ഞങ്ങൾക്ക് ആവശ്യമായി വരികയാണെങ്കിൽ ഞങ്ങൾ ഭർത്താക്കന്മാരെ വാടകയ്ക്ക് എടുക്കും. ഇന്നലകളിൽ യൂറോപ്പിൽ പരസ്യങ്ങൾ വന്നത് അങ്ങനെയാണ്. ഭർത്താവിനെ 2 ആഴ്ചക്ക് വാടകയ്ക്ക് ആവശ്യമുണ്ട്. നമ്മൾ വാടക വീട് അന്വേഷിക്കണ പോലെ ഭർത്താവിനെ വാടകയ്ക്ക് അന്വേഷിക്കുക, ഭാര്യയെ വാടകയ്ക്ക് അന്വേഷിക്കുക, ലിവിങ് ടുഗദറായി 1 മാസവും 2 മാസവും പോവുക. ഇത് യൂറോപ്പിന്റെ കാര്യമല്ല. കേരളത്തിന്റെ മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ തലങ്ങാൻ വിലങ്ങാൻ നടക്കുന്ന